human alien madness. ഹലോ, അപ്പോൾ ഇന്നലെ ഒരുപാട് നമ്മളെ പണിക്കാരനുണ്ടല്ലോ നൗഷാദ്, യൂട്യൂബർ. അപ്പോൾ പുള്ളീനെ ഇന്നലെ ഒരുപാട് വിളിച്ച് ഫോൺ അടിയുന്നില്ല, റിങ്ങേ ചെയ്യുന്നില്ല. ഒരു കവറേജ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ഒന്ന് ഡയൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫോൺ അടിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇന്നേ ഒരു ഏരിയയിൽ ഇന്നേ ഒരു സ്ഥലത്തല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ നേരമായി ഇങ്ങനെ അന്വേഷിക്കുകയാണ്, സ്ഥലം ഏതാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ മൂപ്പരെ വണ്ടി ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് മൂപ്പര് എവിടെയോ ഉണ്ട്, ആ പാറക്കെട്ടിൻ്റെ എവിടെയോ ഉള്ളതെന്ന് പറഞ്ഞത്. ഒന്ന് പോയി നോക്കാം അല്ലേ, മൂപ്പർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങ് പോയിട്ട് കാണാം. ഭയങ്കര കാടാട്ടോ ഇവിടെ, ഉള്ളിനെ കാണുന്നില്ല. ഞാൻ കുറേ നേരമായി മൊബൈൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഒന്നുകൂടി വിളിച്ചോക്കട്ടെ. റേഞ്ച് ഇല്ല കേട്ടോ ഇവിടെ, ഒച്ച ഉണ്ടാക്കി നോക്കല്ലേ. ഏയ് പണിക്കാരൻ, ഹലോ. മൂപ്പര് അടിപൊളി സെറ്റപ്പാട്ടാ, ഒരു വീട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്ക. ഓ, ഞാൻ എത്ര ഒച്ച ഉണ്ടാക്കി, ഇവിടുന്ന് വിസിലടിച്ച് പണിക്കാരാന്ന് വിളിച്ച്. മൂപ്പര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ. വൺ സെറ്റപ്പാണല്ലോ. 2 ദിവസമായില്ല ഇവിടെ വന്നിട്ട്? അതെ, 2-3 ദിവസമായില്ല, 2 ദിവസമായി. അപ്പൊ ഞാനിവിടെ വന്ന ഉടനെ രാത്രി ഇവിടെ എത്തിയത്. ഞാൻ ഒരു ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ആയിട്ട് പാറപ്പുറത്ത് കിടന്ന്. വിളിക്കാൻ നിങ്ങളെ കിട്ടണ്ടേ? എത്ര നേരം ട്രൈ ചെയ്തെന്ന് അറിയാം. അപ്പൊ ഞാൻ എല്ലേലും ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റക്കൊരു ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പോ അഡ്വഞ്ചർ ആയിട്ട് രാത്രിയുള്ളൊരു പിന്നെന്താ, അതിനല്ലേ വന്നത്. ഓക്കെ, നമ്മളെ അടിപൊളി ചങ്ങായി കേട്ടാ. ഇത് നോക്കിയാ സംഭവം, നോക്കിയാ പൊളിച്ചിരിക്കുന്ന കേട്ടാ സെറ്റപ്പ്. ഇത് ബെഡ്റൂമിലൊക്കെ അല്ലേ? ഓക്കെ. വാവ്, എന്താ തണുപ്പ്. ബാഗ് ഇവിടെ ആക്കല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? ഇത് ഭയങ്കര 2 പാറ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നല്ലേ? ഓ, സംഭവം പൊളിച്ചു കേട്ടാ. അടി സംഭവം നോക്കിട്ടെ. പുള്ളി സൽമ ഉണ്ടല്ലോ, മറ്റേ പുള്ളിയുടെ കുതിരക്ക് ഫുഡ് കൊടുക്കാൻ പോയിരിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലൊരു മിന്നാമിനിങ് വന്ന് വിട്ടത്.
എന്താ എന്താ ഭംഗിയല്ലേ. ഇതിൻ്റെ പിന്നിൽ ലൈറ്റ് എത്തുന്നുണ്ട. പറന്നുപോയി. ഞാൻ ഇതിൻ്റെ അകത്തൊരു മിന്നു വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെ കൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ പ്രേക്ഷകർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ കയറി വന്നു. പിന്നെ നമുക്ക് ഫുഡിനുള്ള പരിപാടി നോക്കല്ലേ? ഫുഡിന്റെ പരിപാടി നോക്കാം. പക്ഷെ ഇരിക്കാനുള്ള ഒരു സ്ഥലമില്ല. ഞാൻ എൻ്റെ സ്റ്റൂള് മറന്നു കേട്ടാ. ഞാനിവിടെ തന്നെ ഇരുന്നിരുന്നു. ഞാനും സ്റ്റൂള് കൊണ്ടുവന്നില്ല. അപ്പൊ എന്ത് ചെയ്യൂ? രണ്ട് കല്ലെന്തെങ്കിലും എടുക്കണോ? കല്ലെടുത്തിട്ട് വന്നല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് കല്ലെടുത്ത് വരട്ടെ. അപ്പൊ നിങ്ങളെ കുതിര അവിടെ ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങള് അവിടെ എവിടെയുള്ള ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് പോകണം അല്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കണം, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഞാൻ ടോർച്ച് എടുത്തിട്ട് അങ്ങോട്ട് അത് കുഴപ്പമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അതെനിക്കൊരു വിഷയമല്ല. ഓക്കെ, അപ്പൊ ഞാനേ അങ്ങേ സൈഡ് പോയിട്ടൊന്ന് നോക്കട്ടെ. ഇത് പുള്ളി വെട്ടിയിട്ടതാന്ന് തോന്നുന്നു കേട്ടാ, ആ വീടുണ്ടാക്കാൻ വേണ്ടി. പുള്ളി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ ഒരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഒരു 2-3 ദിവസം എന്തായാലും എടുക്കും. പക്ഷെ പുള്ളി ഒറ്റ ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഭയങ്കര സംഭവം കേട്ടാ. ഇങ്ങോട്ട് പോയി നോക്കാം, അങ്ങോട്ടാണ് കുതിരനെ കെട്ടിയിട്ടുള്ളത്. തവള നോക്കി. ആ ഇതാ സൽമ, ഇതാ പുള്ളിയുടെ കുതിര. ഇതാ നല്ല കുതിര അല്ലേ? ഹലോ സൽമ. അതിന് ടോർച്ച് അടിച്ചു കഴിഞ്ഞാലേ അതിന് ബുദ്ധിമുട്ടാവും. പുള്ളി ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അവിടെ ഉണ്ട് ബക്കറ്റിൽ. ഒറ്റക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം, പേടിയില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പാവം. ഓക്കെ, ഞാൻ കല്ല് പെറുക്കട്ടെ, ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഓക്കെ, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഈ കുതിര അവിടെ അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാം. പാവല്ലേ. അവിടെ എന്തോ ഒന്ന് ബ്ലിങ്ക് ചെയ്തേട്ടാ അവിടെ അതിൻ്റെ അകത്ത്. ഉണ്ടാ കാണുന്നുണ്ടോ ക്യാമറയിൽ? എൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല കേട്ടാ. ഇന്ന് അങ്ങോട്ട് തെറ്റുന്നതല്ല. ബാക്കോട്ടേക്ക് തിരിയാതെ ഫ്രണ്ട് പോസ് ചെയ്തിട്ട് തന്നെ ബാക്കോട്ടേക്ക് ഇങ്ങനെ നീങ്ങി പോവാം. ടൈഗറാ ലെപ്പർഡായിട്ടാണെങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങോട്ട് ഫുള്ള് കാടാ. പിന്നെ ഞാനേ ആ ഭാഗത്ത് പോയപ്പോൾ ആ പിന്നിലുള്ള കാടില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരു കണ്ണിൻ്റെ തിളക്കം. പുലിയാണോന്നൊരു സംശയം കേട്ടാ. നിങ്ങൾ കുതിരനെ കിട്ടിയില്ലേ സൽമയുടെ, അതിൻ്റെ നേരെ മുന്നിൽ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന്, എന്നിട്ട് കുറേ നേരം അതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സാധനം കണ്ടെന്ന് പറഞ്ഞാൽ 2 കണ്ണ് അവിടെ പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ പറ്റുമോ? അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേഗം കുതിരനെ അവിടെ നിന്ന് അയച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം, അതാ നല്ലേ. അവിടെ നിൽക്കുന്നത് അത്ര പന്തി കേടാന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വേഗം പോയിട്ട് ആ കുതിരനെ ഇങ്ങോട്ട് അയച്ചു കൊണ്ടുവരാം. അതെയാ? അപ്പം അതെ അതെ, ആ വടിയെടുത്തോ. ഇത് ഈ വടിയെടുത്തോ. എൻ്റെ കയ്യിൽ മറ്റേ സ്റ്റിക്കും ഇല്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിലേ റിസ്ക്കാണ്. എന്തെങ്കിലും ഒരു വടി കയ്യിലുള്ളത് നല്ലതാണ്. ഈ ഭാഗത്താണ് കണ്ടത്, ഈ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കല്ല് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് കണ്ണ് ബ്ലിങ്ക് ചെയ്തത്. ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കാന്തോ. അപ്പൊ ഞാൻ കുറേ നേരം ഇതേപോലെ. അതെയാ? കണ്ടാ, ഭയങ്കര കാടല്ലേ ഇങ്ങോട്ട്? ഒട്ടും കാടാണ്. ഇവിടെ കണ്ട നല്ല എന്തോ, അതെ എന്തോ കിടക്കുന്ന സ്ഥലം ഇത്. കണ്ട ഇത്, കണ്ട
അതിൻ്റെ അകത്ത് പതുങ്ങിയിരിക്കായിരുന്നു. സൽമാ സൽമാ ഇവിടെ അല്ലേ ഉണ്ടായത്? ഉണ്ടോ? ആ അവിടെ കിടക്കുന്നുണ്ട്. അയ്യോ പാവം. ഇത് അയച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് കേട്ടോ ആരെ. ഓക്കെ, ഇത് എടുത്ത് അങ്ങോട്ടേക്ക് സ്കൂട്ടാ, അല്ലെങ്കിൽ ഇവിടെ ഡേഞ്ചറാ. ശരിക്കും ഞാൻ 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ കൊണ്ട് കെട്ടണതാ. തന്നെയാ? അപ്പം ഞാൻ കണ്ട ഭാഗ്യ കേട്ടാ, അല്ലെങ്കിൽ അത് പതുങ്ങി ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. ആ ഇവിടെ ഞങ്ങളെ മുന്നിൽ തന്നെ എവിടെയും കെട്ടിക്കഴിഞ്ഞാലേ സമാധാനത്തിൽ നിൽക്കാം അല്ലേ? ഓക്കെ, ഇവിടെ കെട്ടിക്കോ, അതായിരിക്കും നല്ല. ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം അല്ലേ? ആ കല്യാ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. ആ സ്റ്റൂൾ എടുക്കാൻ മറന്നുപോയതാ, അല്ലെങ്കിൽ നന്നായിട്ട് ഇരിക്കായിരുന്നു. ഇല്ല കുഴപ്പമൊന്നുമില്ല, സെറ്റാവും. എല്ലാവരും ഇപ്പോൾ കാട്ടിലൊക്കെ പോകുമ്പോൾ സ്റ്റൂൾ എടുത്തിട്ട് ആരെയും പോവും അല്ലേ? അവിടെ ഉള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ സൽമാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന നന്നായി. അപ്പോൾ അവിടെ സേഫാ അല്ലേ? നമുക്ക് ഇവിടെ തീയിടേണ്ടി വരും കേട്ടോ. എന്താണെന്നറിയോ? അല്ല, ഇതിന്റെ എൻഡല്ലേ ഈ ഒരു ഭാഗം. അപ്പോൾ ഈ എൻഡിൽ എന്തെങ്കിലും ഈ പുലിയോ നരിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഇതിനകത്ത് ട്രാപ്പായി പോകും. അപ്പൊ തീയിട്ട് കഴിഞ്ഞാൽ അതിങ്ങോട്ട് അടുക്കില്ല. ചിക്കൻ ചുടാനുള്ള തീ എവിടെ ഇടുക? ചിക്കൻ ചുടാൻ ഇവിടെ തന്നെ നിങ്ങൾ അടുപ്പ് കൂട്ടിയിട്ടില്ലേ, അതിന്റെ ആ സൈഡിൽ തന്നെ ഇടാം. അപ്പോൾ സ്മോക്ക് ഉള്ളിലേക്ക് വരുമോ? സ്മോക്ക് ഉള്ളിലേക്ക് വരുമോ? കുറച്ച് അവിടെ കേട്ടോ, അതല്ല അല്ലേ? വിറകെടുക്കേണ്ടി വരും അല്ലേ? അല്ല, ഇങ്ങോട്ട് പോകുന്ന റിസ്ക് അല്ലേ അവിടെ. ഇപ്പം എന്തായാലും അത് പിന്നെ പുലിയാന്നുള്ള കാര്യം എനിക്ക് ഒരു 80% തോന്നുന്നുണ്ട് കേട്ടാ. എന്താ പറയുക, കടുവയല്ല. കടുവയാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും. പുലിയെ ഞങ്ങളൊന്ന് പേടിക്കുവേ, കടുവ പേടിക്കില്ല. കടുവ പേടിക്കില്ല. കടുവ അപ്പടി ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുക. പുലിയാണെങ്കിൽ കുറച്ച് ഷൈയാ, അതങ്ങ് ഓടിപ്പോവും. രണ്ട് കടുവനെ ട്രാപ്പായി ഇപ്പോ. അല്ല, മനുഷ്യനെ കടിച്ച് കടുവനെ പിടിച്ചല്ലത്. അത് ഇന്ന് ന്യൂസിലുണ്ടായല്ലോ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വന്ന ക്ഷീണം മാറ്റാന്. നിങ്ങളിപ്പോ 2 ദിവസമായി ഇവിടെ നിൽക്കുന്ന. എങ്ങനെ നിൽക്കുന്ന ഇവിടെ? അല്ല, എന്നാലും പേടിയാവൂലേ? അല്ല, കയ്യിൽ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് വെക്കണം കേട്ടാ ഇങ്ങനെ നിൽക്കുമ്പോ. ഒന്നാമത് ഇവിടെ മലയും പിന്നെ എന്താ പറയാ, കുറച്ച് അങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്, പക്ഷേ അത് ദൂരെയാ. അപ്പൊ ഇവിടെ നിന്ന് മൊത്തത്തിൽ പ്രശ്നമുള്ള സ്ഥലമാണ്. അതെ, പിന്നെ ഇവിടെയൊക്കെ നിൽക്കുന്നത് ഒരു ചലഞ്ച് പോലെയാണ്. ആ ചലഞ്ചാണ്, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങള് ഒറ്റക്കാ പാറപ്പുറത്തൊക്കെ പോയി കിടന്നു. അല്ല, അത് എന്താന്നറിയോ, ഫോട്ടോ കാണിച്ചപ്പോഴാണ് എനിക്ക് അത് എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഞാൻ ഈ പണ്ട് തൊട്ടേ ഈ പിന്നെ ഇത് കാണല്ലോ, നിങ്ങള് ഡിസ്കവറി ചാനൽ കാണല്ലോ, അതിൻ്റെ അകത്ത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട്, മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറഞ്ഞിട്ട് കാട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന. അപ്പൊ അവനെ പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പോ എനിക്കൊരു ആഗ്രഹം അങ്ങനെ ഒരു ഒന്ന് ചെയ്താലോ എന്നുള്ളത്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയതാ. നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്ക് ഒരു മുളയുടെ 2 കമ്പ് എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ ചൂടാ അല്ലേ? അപ്പൊ അന്നത്തെ പോലെ കാപ്പീന്റെ കൊമ്പ് കിട്ടും ഇവിടെ? ഇവിടെ കാപ്പി ഇല്ലല്ലേ? നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. സൽമക്കുട്ടി, നല്ല കുതിരയല്ലേ ഇത്? ഇതിനെന്താ പറയാ ഈ സൈസിന്? ബോണി കുതിര ഇതല്ലേ? ഓക്കെ ഓക്കെ. അന്ന് ചുട്ടമാതിരി കരിയാതെ നോക്കണം കേട്ടാ. ഈ തീ അല്ല, ഈ തീ ഓഫായിട്ട് വേണം ഇടാനാ. അത് കനലിലിടണം.
സെറ്റപ്പ് ആയില്ലേ? ഓ സെറ്റപ്പ്. കറലായിക്കോളൂ അല്ലേ? കുറേശ്ശെ വെച്ച് കൊടുക്കട്ടെ? വെച്ചോ. പക്ഷെ ഈ ഫ്ലെയിം പോണം, എന്നാലാ വെക്കാൻ പാടുള്ളൂ. എന്താണെന്ന് അറിയാം, ആ ഫ്ലെയിം കൊണ്ട് ചിക്കൻ കരിഞ്ഞു. സൈഡിലെങ്ങനെ വെറുതെ അങ്ങനെ പിന്നെ മസാല ഒക്കെ ഫുള്ള് കരിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് കനലാകാനുള്ള വിറകില്ല മാഷേ. ഉള്ള പോലെ ട്രൈ ചെയ്യാം നമുക്ക്. അല്ല പറയാ എന്താ ചെയ്യണ്ടേ? ഇല്ല, ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കുറയണം. കുറച്ച് കഴിയട്ടല്ലേ? കുറച്ച് കഴിയട്ടെ. കനലിൽ വെച്ചു. അതെ. ന്യൂ ഇയറിനോട് ഉണ്ടാവില്ലേ? ന്യൂ ഇയറിന് ആക്ച്വലി എനിക്കിപ്പോ ഇന്ന് ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു വന്നായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടുന്ന് എനിക്ക് എന്താ പറഞ്ഞാൽ, എനിക്ക് ഒരു ചെറിയൊരു പ്രോപ്പർട്ടീൻ്റെ ഒരാവശ്യമുണ്ട് ബത്തേരി പോയിട്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് 5 മണിക്ക് പോകണം. ഇന്ന് രാത്രി നിൽക്കാൻ പറ്റൂല? ഇല്ല, രാത്രിയല്ല, പകല് പോണം. രാത്രി രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരു 8 മണിക്ക് എനിക്ക് അവിടെ പോയിട്ട് ഒരാളെ കാണേണ്ടതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിളിക്കും. പക്ഷെ നിങ്ങൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കരുത് കേട്ടാ. അത് ശരി. ഇത് പഴുപ്പ് കുറവല്ലേ? അല്ല, ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? എവിടുന്ന്? അല്ല, നിങ്ങള് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. കൊണ്ടിരിപ്പിച്ചാണ്. പോയി ചിക്കനൊക്കെ ഇവിടുന്ന കാട്ടില് ആരും ഉണ്ടോന്ന്? നമ്മുടെ വണ്ടിമനെ സതീഷ്. ആഹാ, പുള്ളി വന്നിണ്ടാ? പുള്ളി വിളിക്കായിരുന്നില്ല ഇവിടെ? ശരി. ഓക്കെ. ഇത് നല്ല ടേസ്റ്റാ സാധനം. ഇത് ഞാൻ 1-2 വട്ടം കഴിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു രുചിയൊന്നുമില്ല. അതെ, കാണാൻ നല്ല ഭംഗിയാ. ഇതിന്റെ കൃഷി ഉണ്ടോ ഇവിടെ? കൃഷി ഇവിടെ ഉണ്ട്, അങ്ങനെ ഫാമിലൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇല്ല. അല്ല, ഇതെങ്ങനെ കട്ട് ചെയ്യാൻ എനിക്കറിയില്ല. ഓ, അങ്ങനെയാ? കയ്യോ? ഇല്ല, നിങ്ങളെ കൈ അന്ന് കട്ടായതല്ലേ? നല്ല ഇതുണ്ടല്ലേ? ഇതിനകത്ത് കുരുവൊന്നില്ല? ചെറിയ അരി കൈ കട്ടാൻ സാധ്യത ഉണ്ടല്ലേ ഇതിന്? നല്ല മൂർച്ച ഉണ്ടല്ലേ ഈ കത്തി? ഓക്കെ. ഓ, സെറ്റപ്പ് അല്ലേ? ഓ, ഇതിന്റെ ഉള്ളു കാണാൻ കിവി പോലെ ഉണ്ടല്ലോ. ചിലതിന്റെ ഉള്ളില് റെഡ് കളറായി. ഇത് നല്ല കിവിന്റെ അതേ കളർ, ഒരു പച്ച കളർ. എങ്ങനെയാ? എന്നിട്ട് ഇതിന്റെ തൊലി കളയ? ഇതിങ്ങനെ ഇതാക്കണല്ലേ? എങ്ങനെ? അത് കയ്യിൽ. ഓ, അങ്ങനെ എടുത്താൽ മതി അല്ലേ? വേറെ ഏതോ ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് രുചി. ഒരു ചിക്കു അല്ലേ? ചിക്കുവിന്റെ ചെറുതായിട്ട് ഒരു ചിക്കുവിന്റെ ടേസ്റ്റ്. നന്നായിട്ടുണ്ട്. സൂപ്പർ ആട്ടാ. തൊലിയൊക്കെ എന്ത് കട്ടിയല്ലേ? ഇത് ഉണക്കിട്ട് മരുന്നിന് പോയി. ഇതാ എന്ത് മരുന്ന്? ആയുർവേദം. തൊലിക്കൊന്നും ടേസ്റ്റില്ല. ചില ഫ്രൂട്ടിന്റെ തൊലി തിന്നാൻ പാടില്ലെന്ന് പറയുന്നത്. ഇതിന്റെ എങ്ങനെയാ? ഉണക്കിട്ട് ഇത് ഉപയോഗിക്കും. അതെയാ? ഇത് ചെത്തിയാലോ? ചെത്താ? അതെനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾ എത്തണ്ട. ഈ ഫ്രൂട്ട്സ് മീൽസ് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം. നിങ്ങളെപ്പോ കഴിക്കാം? കഴിച്ചിട്ട് കഴിക്കാൻ പാടില്ല. എന്താ പറയാ, ഇതാണ് ആദ്യം ദഹിക്കുക. അപ്പൊ നിങ്ങൾ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാല് ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ് ശ്രമിക്കും. അപ്പൊ എന്താവും? ദഹനക്കേട് വരും. അപ്പൊ ഫ്രൂട്ട്സ് ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞാല് പിന്നെന്ന് പറഞ്ഞാല് ഷുഗർ ഹൈക്കാവൂല. ഷുഗർ ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് ലെവല് ഹൈക്കാവൂല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സന്ദർഭം വരുമ്പല്ലേ പറയാ. നിങ്ങൾ ഇതെന്തായി? കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറഞ്ഞല്ലേ? അല്ലേ? അൽഹംദുലില്ലാ, നല്ല സെറ്റായി. അത് ശ്രദ്ധിക്കണം കേട്ടാ. കാപ്പി വെച്ചു.
ഇതിനകത്തൊക്കെ അല്ലേ ചൂടായിക്കോളൂ അല്ലേ? കനൽ കാപ്പി. കാപ്പി കൊമ്പ് ചിക്കൻ പറഞ്ഞാൽ കനൽ കാപ്പി. പുതിയ ഓരോരോ ഡിഷ് ഇങ്ങനെ ഇൻവെന്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കഴിച്ചേക്കട്ടെ. അതെ, ഞാനിവിടെ ഉള്ളി വെച്ചിരുന്നു. നിങ്ങൾ കഴിച്ചോ? ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് നോക്കാം ടേസ്റ്റ് ആയിട്ട്. കനലിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടോ? ഞാൻ നോർമൽ അങ്ങനെ ഗ്യാസിലാക്കുമ്പോ ഈ വിറകിലാക്കുമ്പോ ടേസ്റ്റ് നല്ല അല്ലേ? ആ, ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാ? ഓറഞ്ച് പിടിക്കട്ടെ? അത് ചിക്കൻ കഴിക്കാം. ഓറഞ്ച് വേണമെന്നില്ല, പൈനാപ്പിൾ ഒരുപാട് കഴിച്ച്. നിങ്ങൾക്കല്ല, എനിക്ക്. എന്ത് ഓറഞ്ചാ? നിങ്ങൾ കഴിച്ചോ? ഇത് മറ്റേ ഓറഞ്ച്. ഇത് എവിടെ നിന്ന് വരുന്ന ഓറഞ്ച്? കർണാടക, പഞ്ചാബ് എന്നോ? ഹലോ, ഞാൻ വെറുതെ ഈ ഇവിടെ ഒരു നല്ല രസമുള്ള പാറ കണ്ടപ്പോ ഇത് പിടിച്ച് തൂങ്ങിക്കയറി. ഭയങ്കര തണുപ്പാട്ടാ. താഴെ തന്നെ ഇറങ്ങി വരാൻ തോന്നുന്നുണ്ട്. ആ, ഓക്കെ. ആ, അത്യാവശ്യം ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്ന കുറച്ച് കൈക്ക് ബലം ഉണ്ടെങ്കിലേ. ഇല്ലില്ല, അത് പ്രശ്നമില്ല. ഏയ്, പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഉള്ളിൽ കയറിയതാ. നോക്കുമ്പോ ഉള്ളില് അതിനെക്കാട്ടും വലിയ അവസ്ഥയാ. ഇവിടെ അതിലും തണുപ്പാട്ടാ. ഒന്നാമത് ഈ പാറക്കെട്ടായതുകൊണ്ട് നല്ല തണുപ്പാ. പുള്ളി ആപ്പിളും ഓറഞ്ചൊക്കെ തന്നിട്ടുണ്ട് കഴിക്കാൻ. ഇതൊക്കെ പുള്ളിയാണ് കഴിക്കണ്ടേ, ഞാനല്ല കഴിക്കേണ്ടത്. പക്ഷെ പുള്ളി ഉണ്ടാക്കിയ സെറ്റപ്പ് ഉണ്ടല്ലോ, സംഭവമാട്ടാ. കുറച്ച് ഓറഞ്ച് കഴിക്കാം. പുള്ളി അവിടെ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് വയറ് ഫുള്ളായി. കുറച്ച് ഓറഞ്ച് കഴിക്കട്ടെ. ഇതിൻ്റെ അകത്ത് കിടന്നപ്പോൾ എന്ത് സുഖാന്നറിയാം. എ സി ഇല്ലേ, അതേ ഫീലാ. അപ്പോൾ കുറച്ചൊന്ന് കടന്നിട്ട്. ആ, കാപ്പി കുടിച്ചിട്ടില്ലല്ലേ? ഞാനിങ്ങനെ ചിന്തിക്കാം, എന്തോ മറന്ന പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു പണി, കാപ്പി ഇതിൻ്റെ അകത്ത് തന്നെ കുടിക്കാം. ഓ, നല്ല ചൂട് കാപ്പി. മധുരം ഉണ്ടല്ലേ? ആ, മധുരം വേണ്ട. മധുരം ഞാൻ ഒഴിവാക്കാം. നല്ല സുഖം ഉണ്ടോ അതിൻ്റെ അകത്തിരിക്കെ? അത് നിങ്ങൾ കുടിച്ചാ, എനിക്കിത് മതി. നിങ്ങളല്ല കാപ്പീൻ്റെ ആള്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചൂടുള്ള കാപ്പി കുടിച്ചിട്ടില്ല പിന്നെ എന്തിനാ ജീവിക്കുന്നല്ലേ? നല്ല തണുപ്പുണ്ട്. എനിക്കും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാപ്പി കുടിച്ചു, ചിക്കൻ കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ പണിക്കാരനെ മീറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു സെറ്റപ്പിൽ വന്ന് താമസിക്കാൻ പറ്റി. ഇനി പരിപാടികളൊന്നുമില്ല. ഇനി കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. രാവിലെ എണീച്ച് പോകണ്ടാന്ന്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ പിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങാം. AC റൂമിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് ബാക്കിയുള്ള
നോക്കാം അല്ലേ? ഓക്കെ. ഷൂസ് ഇവിടെ അയച്ചു വെക്കാം. ഹലോ, ഞാൻ ഇവിടെ കിടക്കാണ് കേട്ടാ. ഓക്കെ, നിങ്ങളിവിടെ കിടക്കൂല്ലേ? അല്ലാറും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ശരി, ഗുഡ് നൈറ്റ്.